Hello, welcome to Height of Education. This is Anaka. Here I am dealing with SLC NOS Science and Technology. അപ്പോൾ ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് സയൻസ് ആൻഡ് ടെക്നോളജിയിലെ നാലാമത്തെ മൊഡ്യൂളായിട്ടുള്ള എനർജിയിലെ 13ാമത്തെ ചാപ്റ്റർ ആയിട്ടുള്ള വർക്ക് ആൻഡ് എനർജി എന്ന ചാപ്റ്റർ. നമുക്കറിയാം, നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ അല്ലെങ്കിൽ കഴിഞ്ഞ ചാപ്റ്റേഴ്സിൽ നമ്മൾ പഠിച്ചു പോയ കാര്യമാണ്, ഒരു ഒബ്ജക്റ്റിന്റെ മേലെ ഒരു എക്സ്റ്റേണൽ ഫോഴ്സ് ആക്ട് ചെയ്യുമ്പോൾ അത് ഒബ്ജക്റ്റിന്റെ സ്റ്റേറ്റിനെ മാറ്റുന്നുണ്ട്. ലൈക്ക് ഇപ്പോൾ റെസ്റ്റിലാണെങ്കിൽ മോഷനിലേക്കും അല്ലെങ്കിൽ മോഷനിലാണെങ്കിൽ റെസ്റ്റിലേക്കും കൊണ്ടുവരാൻ ഫോഴ്സിന് പറ്റുന്നുള്ളത്. അതേപോലെ നമ്മളൊരു ടേം പഠിച്ചിട്ടുണ്ട്, ദാറ്റ് ഈസ് മൊമെന്റം എന്നുള്ളത് അല്ലെ. ന്യൂട്ടന്റെ സെക്കൻഡ് ലോ വെച്ച് പഠിക്കുമ്പോൾ നമ്മൾ പഠിച്ച ടേം ആണ് മൊമെന്റം എന്നുള്ളത്. ദാറ്റ് ഈസ് എവരി ഒബ്ജക്ട് ഹാസ് മൊമെന്റം. അപ്പോൾ എന്താ പറയുന്നത് വെച്ചാല്, നമ്മളിപ്പോ ഒരു ഒബ്ജക്റ്റിന്റെ മേലേക്ക് നമ്മളൊരു ഫോഴ്സ് കൊടുക്കുമ്പോൾ അതിനവിടെ മോഷൻ സംഭവിക്കുമ്പോൾ എന്ത് സംഭവിക്കുന്നുണ്ട്, ആ ഒബ്ജക്റ്റ് ഒരു ഡിസ്റ്റൻസ് അവിടെ ട്രാവൽ ചെയ്യുന്നത് അല്ലെ, മൂവ്മെന്റ് സംഭവിക്കുന്നുണ്ട്. അപ്പോൾ ഈ ഒരു ഇതൊക്കെ വെച്ചിട്ട് നമുക്ക് കണക്ട് ചെയ്ത് പറയാൻ പറ്റുന്ന കുറച്ച് ബേസിക് ആയിട്ടുള്ള കുറച്ച് കോൺസെപ്റ്റ് ആണ് വർക്ക്, എനർജി, അതേപോലെ തന്നെ പവർ എന്നുള്ളത്. അപ്പോൾ നമ്മൾ ഡെയിലി ലൈഫിൽ പലപ്പോഴായിട്ടും യൂസ് ചെയ്യുന്നതും എന്താ പറയാ കേട്ടതുമായിട്ടുള്ള ഒരു വാക്കുകളാണ് വർക്ക്, എനർജി, പവർ എന്നൊക്കെ. അപ്പൊ എന്താണ് ആക്ച്വലി വർക്ക്, എനർജി, പവർ എന്നുള്ളതും സയന്റിഫിക്കലി ഇതിനെ എങ്ങനെയാണ് ഡിഫൈൻ ചെയ്യുന്നത് എന്നതാണ് നമ്മൾ ഈ ചാപ്റ്റർ നോക്കാൻ പോകുന്നത്. എന്താണ് വർക്ക് എന്നുള്ളത്? ഫോളോക്കിൽ നമ്മൾ പറയാം, നമുക്ക് എന്താ പറയാ, വർക്ക് എന്ന് പറയുമ്പോൾ നമ്മൾ ഒരുപാട് വർക്ക് ചെയ്തു അങ്ങനെയൊക്കെ നമ്മൾ പറയാറുണ്ട്. അപ്പൊ എന്താണ് വർക്ക് എന്ന് ഉദ്ദേശിക്കുന്നത്? ഇപ്പൊ നമ്മളിപ്പോ ജസ്റ്റ് നടക്കുന്നത്, നമ്മൾ ജമ്പ് ചെയ്യുന്നത്, ഡാൻസ് ചെയ്യുന്നത്, നമ്മൾ എഴുതുന്നത്, ഇതൊക്കെ എന്ത് തന്നെയാണ്? വർക്ക് തന്നെയാണ്. പക്ഷെ എന്താണ് അപ്പൊ സയന്റിഫിക്കലി നമുക്ക് ഇതിനെ എങ്ങനെയാണ് ഡിഫൈൻ ചെയ്യുന്നത് നോക്കാം. വർക്ക് ഈസ് ഡൺ വെൻ ഫോഴ്സ് കോസ് ഡിസ്പ്ലേസ്മെന്റ് ഓഫ് എൻ ഒബ്ജക്ട് ഇൻ ദ ഡയറക്ഷൻ ഓഫ് ഫോഴ്സ് എന്നാണ് പറയുന്നത്. എന്ന് വെച്ചാല് നമ്മളൊരു ഒബ്ജക്റ്റിന് മേലേക്ക് നമ്മളൊരു എക്സ്റ്റേണൽ ഫോഴ്സ് കൊടുക്കുന്ന സമയത്ത് ആ ഒരു ഒബ്ജക്റ്റ് എന്ത് ചെയ്യുന്നുണ്ട്, അതിൽ മൂവ്മെന്റ് സംഭവിക്കുകയാണ്. ദാറ്റ് മീൻസ് അതൊരു ഡിസ്പ്ലേസ്മെന്റ്, ഒരു ഡിസ്റ്റൻസ് അവിടെ മൂവ് ചെയ്യുമ്പോൾ അവിടെ എന്ത് സംഭവിച്ചു നമുക്ക് പറയാൻ പറ്റും? അവിടെ വർക്ക് നടന്നു എന്ന് നമുക്ക് പറയാൻ പറ്റും. മലയാളത്തിൽ വർക്കിന് പ്രവൃത്തി എന്നാണ് പറയുന്നത്. ഓക്കെ, അപ്പൊ പ്രവൃത്തി അഥവാ വർക്ക് എന്ന് പറഞ്ഞാൽ എന്താണ്? സയന്റിഫിക്കലി നമുക്ക് എങ്ങനെ ഡിഫൈൻ ചെയ്യാം? വർക്ക് ഈസ് ഡൺ വെൻ ഫോഴ്സ് കോസസ് ഡിസ്പ്ലേസ്മെന്റ് ഓഫ് എൻ ഒബ്ജക്ട് ഇൻ ദ ഡയറക്ഷൻ ഓഫ് ഫോഴ്സ്. ഏത് ഡയറക്ഷനാണ് നമ്മൾ ഫോഴ്സ് കൊടുത്തത്, അതേ ഡയറക്ഷനിൽ ആ ഒബ്ജക്റ്റ് മൂവ് ചെയ്യുമ്പോൾ, ഒരു ഡിസ്റ്റൻസ് അവിടെ മൂവ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് എന്ത് പറയാം? ദാറ്റ് ക്യാൻ ബി സെഡ് ടു ബി വർക്ക്. അത് അവിടെ വർക്ക് നടന്നു എന്ന് നമുക്ക് പറയാം. സോ മാത്തമാറ്റിക്കലി നമുക്ക് വർക്കിനെ എങ്ങനെ നമുക്ക് ഡിഫൈൻ ചെയ്യാം? വർക്ക് ഈക്വൽ ടു ഫോഴ്സ് ഇൻറ്റു ഡിസ്പ്ലേസ്മെന്റ്. അവിടെ ഒരു ഫോഴ്സ് നമ്മൾ കൊടുക്കുന്നു, അതേപോലെ ആ ഫോഴ്സ് കൊടുക്കുമ്പോൾ അവിടെ ഒരു ഡിസ്പ്ലേസ്മെന്റ് സംഭവിക്കുന്നു ഒബ്ജക്റ്റിന്. സോ അവിടെ ഉണ്ടാവുന്ന വർക്ക്, അവിടെ ആ ഒബ്ജക്റ്റിന് ഉണ്ടാവുന്ന വർക്കിന് നമുക്ക് എന്ത് പറയാം? വർക്ക് ഈക്വൽ ടു ഫോഴ്സ് ഇൻറ്റു ഡിസ്പ്ലേസ്മെന്റ് എന്ന് പറയാൻ പറ്റും. അങ്ങനെയാണെങ്കിൽ വർക്കിന്റെ എസ് ഐ യൂണിറ്റ്, സ്റ്റാൻഡേർഡ് യൂണിറ്റ് വരുന്നത് ന്യൂട്ടൺ മീറ്റർ ആണ്. നമുക്കറിയാം ഫോഴ്സിന്റെ യൂണിറ്റ് ന്യൂട്ടനും ഡിസ്പ്ലേസ്മെന്റ് യൂണിറ്റ് മീറ്ററും ആണ്. സോ ന്യൂട്ടൺ മീറ്റർ എന്നാണ് യൂണിറ്റ് വരുന്നത്. അതിന് നമ്മൾ പറയുന്ന വേറൊരു യൂണിറ്റ് പേരാണ് ജൂൾ എന്ന് പറയുന്നത്. അത് ഡിനോട്ട് ചെയ്യുന്നത് ലെറ്റർ ജെ വെച്ചിട്ട്. സോ ദാറ്റ്സ് ഓൾ അബൌട്ട് വർക്ക് എന്ന് പറയുന്നത്. സിംപിളി വർക്ക് എന്ന് പറയുമ്പോൾ ഒരു ഒബ്ജക്റ്റിന്റെ വരയ്ക്കാൻ നമ്മൾ ഒരു ഫോഴ്സ് കൊടുക്കുമ്പോൾ അവിടെ ഡിസ്പ്ലേസ്മെന്റിന് കാരണമാവുകയാണെങ്കിൽ അവിടെ വർക്ക് നടന്നു നമുക്ക് പറയാൻ പറ്റും. വർക്ക് ഈക്വൽ ടു ഫോഴ്സ് ഇൻറ്റു ഡിസ്പ്ലേസ്മെന്റ്, യൂണിറ്റ് വരുന്നത് ജൂൾസ് അല്ലെങ്കിൽ ന്യൂട്ടൺ മീറ്റർ എന്ന് പറയുന്നത്. അപ്പോൾ ഒരു വർക്ക് അവിടെ നടക്കണമെങ്കിൽ വേണ്ട കണ്ടീഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫോഴ്സ് മസ്റ്റ് കോസ് ഡിസ്പ്ലേസ്മെന്റ്. ഫോഴ്സ് കൊടുക്കുമ്പോൾ അവിടെ നിർബന്ധമായിട്ടും അവിടെ എന്ത് സംഭവിക്കണം? ഒരു ഡിസ്പ്ലേസ്മെന്റ് സംഭവിക്കണം എന്നാണ് പറയുന്നത്. എന്നാൽ മാത്രമേ അവിടെ വർക്ക് നടന്നു നമുക്ക് പറയാൻ പറ്റുള്ളൂ. പിന്നെ ഡിസ്പ്ലേസ്മെന്റ് ഷുഡ് ബി ഇൻ ദ ഡയറക്ഷൻ ഓഫ് ഫോഴ്സ് എന്നാണ് പറയുന്നത്. ആ ഡിസ്പ്ലേസ്മെന്റ് എന്ന് പറയുന്നത് നമ്മൾ കൊടുക്കുന്ന ആ ഒരു ഫോഴ്സിന്റെ അതേ ഡയറക്ഷനിലായിരിക്കും എന്നാണ് പറയുന്നത്. ഇനി പറയാൻ നോക്കൂ, സീറോ വർക്ക്. സീറോ വർക്ക് എന്ന് പറഞ്ഞാൽ വർക്ക് ഇല്ലാത്തത്, വർക്ക് സംഭവിക്കാത്തത്. എപ്പോഴൊക്കെയാണ് വർക്ക് സീറോ ആവുന്നതാണ് പറയുന്നത്. ഫസ്റ്റ് വൺ, ഫോഴ്സ് അപ്ലൈഡ് ബട്ട് നോ മൂവ്മെന്റ്സ്. എന്ന് വെച്ചാൽ നമ്മള് ഫോഴ്സ് കൊടുക്കുന്നുണ്ട്, പക്ഷെ എന്ത് സംഭവിക്കുന്നില്ല? മൂവ്മെന്റ് നടക്കുന്നില്ല. ഫോർ എക്സാമ്പിൾ ആയിട്ട് പറയുന്നത് പുഷിങ് എ ബോൾ എന്നുള്ളത്. നമ്മളൊരു ബോൾ പുഷ് ചെയ്യുന്ന സമയത്ത് നമ്മൾ അവിടെ ഫോഴ്സ് കൊടുക്കുന്നുണ്ട്, പക്ഷെ എന്ത് സംഭവിക്കുന്നില്ല? മൂവ്മെന്റ് നടക്കുന്നില്ല. അപ്പൊ ഒബ്വിയസ്ലി നമുക്ക് എന്ത് പറയാൻ പറ്റും? അവിടെ എന്തില്ല? അവിടെ വർക്ക് നടന്നിട്ടില്ല. ഇപ്പൊ സീറോ വർക്കാണ് നടക്കുന്നത്. ലൈക്ക് അവിടെ ഫോഴ്സ് മാത്രമേ ഉള്ളൂ, മൂവ്മെന്റ് ഇല്ല. അതുകൊണ്ട് അവിടെ ഡിസ്പ്ലേസ്മെന്റ് സീറോ ആണ്. സോ നമുക്കറിയാം വർക്ക് ഈക്വൽ ടു ഫോഴ്സ് ഇൻറ്റു ഡിസ്പ്ലേസ്മെന്റ് ആണല്ലോ. ഡിസ്പ്ലേസ്മെന്റ് സീറോ ആകുമ്പോൾ എന്ത് സീറോ ആയി പോകും? വർക്കും സീറോ ആയി പോകും. രണ്ടാമത്തെ കേസ് എന്ന് പറഞ്ഞാൽ നോ ഫോഴ്സ് ബട്ട് ഒബ്ജക്ട് മൂവ്സ് വിത്ത് കോൺസ്റ്റന്റ് സ്പീഡ് എന്ന്. എക്സാമ്പിൾ പറയുന്നത് കാർ മൂവിങ് അറ്റ് കോൺസ്റ്റന്റ് സ്പീഡ്. വെച്ചാൽ നമ്മളൊരു കോൺസ്റ്റന്റ് സ്പീഡിൽ പോകുന്ന ഒരു കാർ, ആ കാറിന് നമ്മൾ വേറെ ഒരു എക്സ്റ്റേണൽ ഫോഴ്സും കാര്യങ്ങളൊന്നും കൊടുക്കുന്നില്ല, പക്ഷെ അത് മൂവ്മെന്റ് നടക്കുന്നുണ്ട്, അതിന് ഡിസ്പ്ലേസ്മെന്റ് നടക്കുന്നുണ്ട്, ബട്ട് ദർ ഇസ് നോ എക്സ്റ്റേണൽ ഫോഴ്സ്. അപ്പോഴും അവിടെ എന്താണ്? വർക്ക് അവിടെ സീറോ ആയിട്ട് പോകും.
വർക്ക് ഈക്വൽ ടു ഫോഴ്സ് ഇൻറ്റു ഡിസ്പ്ലേസ്മെന്റ് ആണ്. ഇവിടെ ആരാണ് സീറോ ആവുന്നത്? ഫോഴ്സ് ആണ് സീറോ ആവുന്നത്. ഫോഴ്സ് സീറോ ആകുമ്പോൾ ഓട്ടോമാറ്റിക്കലി എന്തും സീറോ ആയി പോകും, വർക്കും സീറോ ആയി പോകുന്നതാണ് പറയുന്നത്. അടുത്തത് വരുന്നത് ഫോഴ്സ് ആൻഡ് ഡിസ്പ്ലേസ്മെന്റ് ആർ പെർപെൻഡിക്കുലർ എന്നുള്ളത്. എന്നുവെച്ചാൽ ഫോഴ്സും ഡിസ്പ്ലേസ്മെന്റും പെർപെൻഡിക്കുലർ ഡയറക്ഷനിലാണെങ്കിൽ എന്താ സംഭവിക്കുക? അവർക്കിടയിൽ ഉണ്ടാവുന്ന ആ ഒരു ആംഗിൾ എന്ന് പറയുന്നത്, ആ ഒരു ഡയറക്ഷന്റെ ആംഗിൾ എന്ന് പറയുന്നത് 90 ഡിഗ്രിയാണ്. ഇപ്പോൾ എക്സാമ്പിൾ ആയിട്ട് പറയുന്നത് ക്യാരിങ് എ ബാഗ് വൈൽ വാക്കിംഗ്. നമ്മൾ നടക്കുമ്പോൾ ഒരു ബാഗ് ഇട്ട് നടക്കുമ്പോൾ അവിടെ ഫോഴ്സും ഡിസ്പ്ലേസ്മെന്റും പെർപെൻഡിക്കുലർ ഡയറക്ഷനിലാണ് ആക്ട് ചെയ്യുന്നത്. അങ്ങനെ സംഭവിക്കുമ്പോൾ എങ്ങനെയാണ് വർക്ക് സീറോ ആവുന്നത്? വർക്ക് എന്ന് പറഞ്ഞാൽ ഫോഴ്സ് ഇൻറ്റു ഡിസ്പ്ലേസ്മെന്റ് ആണ്. ദാറ്റ് മീൻസ് ഫോഴ്സ് ഐ മീൻ എഫ് ഇൻറ്റു ഡി, അല്ലെങ്കിൽ എഫ് ഡി കോസ് തീറ്റ ആണ്. അപ്പൊ തീറ്റ അവിടെ 90 ഡിഗ്രിയാണ് വരുന്നത്. കോസ് 90 സീറോ ആയതുകൊണ്ട് തന്നെ ഓട്ടോമാറ്റിക്കലി എന്ത് സീറോ ആയിട്ട് വർക്കും അവിടെ സീറോ ആയിട്ട് പോകും. അപ്പോൾ വർക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഒബ്ജക്റ്റിന്റെ മേലെ നമ്മളൊരു ഫോഴ്സ് കൊടുക്കുമ്പോൾ ഒരു ഡിസ്പ്ലേസ്മെന്റ് അവിടെ ആ ഒബ്ജക്റ്റിന് സംഭവിക്കുകയാണെങ്കിൽ, ഒരു ഡിസ്റ്റൻസ് അത് മൂവ് ചെയ്യുകയാണെങ്കിൽ, ആ ഫോഴ്സിന്റെ ഡയറക്ഷനിൽ തന്നെ മൂവ് ചെയ്യുകയാണെങ്കിൽ അവിടെ ആ ഒബ്ജക്റ്റിന്റെ വർക്ക് നടന്നു എന്ന് നമുക്ക് പറയാൻ പറ്റും. അതിന്റെ എക്സ്പ്രഷൻ വരുന്നത് വർക്ക് ഫോഴ്സ് ഇൻറ്റു ഡിസ്പ്ലേസ്മെന്റ്. അതേപോലെ അതിന്റെ യൂണിറ്റ് വരുന്നത് ജൂൾ ആണ്. റിസർച്ച് ചെയ്ത് പറഞ്ഞത് നമുക്ക് ഇത് വെച്ചിട്ട് പ്രോബ്ലംസ് ചെയ്യാൻ വരും. അപ്പോൾ പ്രോബ്ലം ചെയ്യാം. ഫോഴ്സിന്റെ ഡിസ്പ്ലേസ്മെന്റ് എന്ന് വെച്ചുള്ള ഈ ഒരു എക്സ്പ്രഷൻ വെച്ച് നമുക്ക് പ്രോബ്ലം ചെയ്യാം. അതേപോലെ കിട്ടുന്ന ഉത്തരത്തിൽ നമ്മൾ ഈ ജൂൾ എന്നുള്ള യൂണിറ്റ് കൊടുക്കാനും മറക്കരുത്. ഇനി 3 കണ്ടീഷൻ പറഞ്ഞത്, ഫോഴ്സ് മാത്രം ഉണ്ടായിട്ട് കാര്യമില്ല, അല്ലെങ്കിൽ ഡിസ്പ്ലേസ്മെന്റ് മാത്രം ഉണ്ടായിട്ട് കാര്യമില്ല, അതേപോലെ ഇത് രണ്ടും പെർപെൻഡിക്കുലർ ഡയറക്ഷനിലാണ് നടക്കുന്നതെങ്കിലും കാര്യമില്ല. അപ്പോഴൊക്കെ എന്ത് സംഭവിക്കും? വർക്ക് സീറോ ആയിട്ട് പോകുമെന്നാണ് പറയുന്നത്. മലയാളത്തിലാണ് നമ്മൾ പറയുന്നത്, ഒരു വസ്തുവിൽ ബലം പ്രയോഗിച്ച് ചലനം ഉണ്ടാക്കുമ്പോഴാണ് പ്രവൃത്തി അവിടെ ഉണ്ടാവുന്നത്. പ്രവൃത്തി ചെയ്യാനുള്ള നിബന്ധനകളും പ്രവൃത്തിയില്ലാത്ത സാഹചര്യങ്ങളും മലയാളത്തിൽ കൊടുത്തിട്ടുണ്ട്. ഓക്കെ. അടുത്തത് റിലേഷൻ ബിറ്റ്വീൻ വർക്ക്, ഫോഴ്സ് ആൻഡ് ഡിസ്പ്ലേസ്മെന്റ് എന്നാണ് പറയുന്നത്. എന്താണ്? അപ്പൊ നേരത്തെ വർക്കും ഫോഴ്സും ഡിസ്പ്ലേസ്മെന്റ് എങ്ങനെയാണ് റിലേറ്റ് ചെയ്ത് വെക്കുന്നത്? ത്രൂ ദ എക്സ്പ്രഷൻ വർക്ക് ഈക്വൽ ടു എഫ് ഇൻറ്റു ഡി, ഫോഴ്സ് ഇൻറ്റു ഡിസ്പ്ലേസ്മെന്റ് ആണ് വരുന്നത്. ഈ ഫോഴ്സും ഡിസ്പ്ലേസ്മെന്റും സെയിം ഡയറക്ഷനിൽ നടക്കും, അതുപോലെ ഡിഫറെന്റ് ഡയറക്ഷനിൽ നടക്കും. അപ്പൊ സെയിം ഡയറക്ഷനിലാണ് നടക്കണമെങ്കിൽ നമുക്ക് വർക്ക് കാണാൻ എളുപ്പമാണ്. ലൈക്ക് ആ ഫോഴ്സിന്റെ മാഗ്നിറ്റ്യൂഡും ഡിസ്പ്ലേസ്മെന്റിന്റെ മാഗ്നിറ്റ്യൂഡും തമ്മിൽ ഗുണിച്ചു കഴിഞ്ഞാൽ നമുക്ക് അവിടെ നടന്ന വർക്ക് കിട്ടും. സപ്പോസ് ഫോഴ്സും ഡിസ്പ്ലേസ്മെന്റും ഡിഫറെന്റ് ഡയറക്ഷനിലാണ് നടക്കുന്നതെങ്കിൽ നമ്മൾ ഫോഴ്സിന്റെ മാഗ്നിറ്റ്യൂഡും അതേപോലെ ഫോഴ്സിന്റെ ഡയറക്ഷനിൽ ഉണ്ടാവുന്ന ഡിസ്പ്ലേസ്മെന്റിന്റെ പ്രൊജക്ഷനായിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? ഇൻറ്റു ചെയ്യുന്നത്. അതാണ് പ്രോബ്ലം ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ടത്. സോ ദാറ്റ്സ് എ റിലേഷൻ ബിറ്റ്വീൻ വർക്ക്, ഫോഴ്സ് ആൻഡ് ഡിസ്പ്ലേസ്മെന്റ്. ഈ ഒരു എക്സ്പ്രഷൻ നന്നായിട്ട് മനസ്സിലാക്കാം. വർക്ക് ഈക്വൽ ടു ഫോഴ്സ് ഇൻറ്റു ഡിസ്പ്ലേസ്മെന്റ്, ഡബ്ല്യു ഈക്വൽ ടു എഫ് ഇൻറ്റു ഡി. അടുത്തതാണ് എനർജി. എനർജി ആൻഡ് ഇറ്റ്സ് റിലേഷൻ വിത്ത് വർക്ക് എന്നത്. എന്താണ് എനർജി എന്നുള്ളത്? നമുക്ക് ഡെയിലി നമ്മൾ യൂസ് ചെയ്യുന്നതും നമുക്ക് അറിയാവുന്ന ഒരു വേർഡാണ് എനർജി എന്നത്. അപ്പൊ എന്താണ് എനർജി? എങ്ങനെയാണ് എനർജി വർക്കുമായിട്ട് റിലേറ്റ് ചെയ്ത് കിടക്കുന്നത് നമുക്ക് നോക്കാം. നമ്മളിപ്പോ ഒരുപാട് നേരം എന്തെങ്കിലും ഗ്രൗണ്ടിൽ നമ്മൾ കളിച്ചു, അതെന്തെങ്കിലും ഒരു ഫിസിക്കൽ ആക്ടിവിറ്റി നമ്മൾ ചെയ്തുകൊണ്ടിരുന്നെങ്കിൽ ഓട്ടോമാറ്റിക്കലി നമ്മൾ കുറച്ച് കഴിഞ്ഞാൽ എന്താവും? ടയേർഡ് ആവും, നമുക്ക് ഒരുപാട് എനർജി ലൂസ് ആവും നമുക്ക്, അല്ലെ? അപ്പൊ നമ്മൾ എന്ത് ചെയ്യും? കുറച്ചു നേരം റെസ്റ്റ് എടുക്കും, അല്ലെങ്കിൽ നമ്മൾ എന്തെങ്കിലും ഇതൊക്കെ ഇൻടേക്ക് ചെയ്യും. അപ്പോൾ കൂടുതൽ എനർജി നമുക്ക് കിട്ടും. എന്നാൽ മാത്രമേ നമുക്ക് ബാക്കി വർക്ക് നമുക്ക് ചെയ്യാൻ പറ്റൂ. അപ്പൊ അത് എന്താ മനസ്സിലായത്? നമുക്ക് വർക്ക് ചെയ്യണമെങ്കിൽ നമുക്ക് എന്ത് വേണം? എനർജി വേണം, അല്ലെ? അപ്പൊ ഈ അതേപോലെ വർക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എനർജി എന്ത് ചെയ്യുന്നുണ്ട്? ലൂസ് ആയി പോകുന്നുണ്ട്. അതേപോലെ ഈ കൂടുതൽ വർക്ക് ചെയ്യണമെങ്കിൽ നമുക്ക് കൂടുതൽ എനർജി അവിടെ റിക്വയർഡ് ആണ്. സോ നമുക്ക് അതിൽ നിന്ന് ഈ ഒരു വർക്കുമായിട്ടുള്ള റിലേഷനിൽ നിന്ന് നമുക്ക് എനർജിനെ എങ്ങനെ ഡിഫൈൻ ചെയ്യാൻ പറ്റും? എനർജി ഇസ് ദ കപ്പാസിറ്റി ടു ഡു വർക്ക് ചെയ്യാനുള്ള കഴിവിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? എനർജി അഥവാ മലയാളത്തിൽ ഊർജം എന്ന് പറയുന്നത്. സിമ്പിൾ ആയിട്ട് അത്രേ ഉള്ളൂ. എനർജി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വർക്ക് ചെയ്യാനുള്ള കഴിവ്. എനർജി ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ? വർക്ക് നന്നായിട്ട് ചെയ്യാൻ പറ്റുള്ളൂ എന്നാണ്. അതേപോലെ എനർജിയുടെ യൂണിറ്റ് വരുന്നത് വർക്കിന്റെ അതേ യൂണിറ്റ് തന്നെയാണ്, ജൂൾ തന്നെയാണ് വരുന്നത്, ഡിനോട്ടഡ് വിത്ത് ക്യാപിറ്റൽ ലെറ്റർ ജെ. ഓക്കെ, അങ്ങനെയാണെങ്കിൽ നമുക്ക് എന്ത് പറയാം? എനർജി പൊസസ്ഡ് ബൈ എ ബോഡി ഈക്വൽ ടു ടോട്ടൽ വർക്ക് ദാറ്റ് ദ ബോഡി ക്യാൻ ഡു. എന്നുവെച്ചാൽ ഒരു ബോഡി പൊസസ് ചെയ്യുന്ന എനർജി എന്ന് പറഞ്ഞാൽ എന്തിന് ഈക്വൽ ആണ്? ബോഡിക്ക് എത്രത്തോളം വർക്ക് ആകെ ചെയ്യാൻ പറ്റും എന്നതിനുള്ള ഈക്വൽ. എന്നുവെച്ചാൽ ഒരു ഒബ്ജക്റ്റിന് എത്രത്തോളം വർക്ക് ചെയ്യാൻ പറ്റും അതിന്റെ ആ കഴിവിനെയാണ്, ഒരു കപ്പാസിറ്റിയാണ് അതിന്റെ എനർജി എന്ന് പറയുന്നത്. വർക്ക് ചെയ്യുന്നതിനനുസരിച്ചിട്ട് എനർജി ലൂസ് ആവും. ഇനി കൂടുതൽ വർക്ക് ചെയ്യണമെങ്കിൽ നമ്മൾ കൂടുതൽ എനർജി നമ്മൾ എന്ത് ചെയ്യണം? നമുക്ക് റിക്വയർഡ് ആണ്. നമ്മളത് എനർജി നമ്മൾ ഇൻടേക്ക് ചെയ്തുകൊണ്ടിരിക്കും. നമ്മൾ പല രീതിയിൽ നമുക്ക് എനർജി നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ബോഡിയിലേക്ക് ഇൻടേക്ക് ചെയ്യാൻ പറ്റും. പിന്നെ നമുക്ക് നമ്മളിപ്പോ ഫുഡൊക്കെ കഴിക്കുമ്പോൾ നമുക്ക് കെമിക്കൽ എനർജിയാണ് കിട്ടുന്നത്. അപ്പൊ ഇതെന്ത് മനസ്സിലാക്കാം? എനർജി പറഞ്ഞാൽ ഡിഫറെന്റ് കൈൻഡ്സ് ആണ് ഉള്ളത്. പലതരത്തിലുള്ള എനർജി ഉണ്ട്. ലൈറ്റ് എനർജി, ഹീറ്റ് എനർജി ഒക്കെ പല എനർജി നമ്മളൊക്കെ ഡെയിലി ലൈഫിൽ ഓൾറെഡി നമ്മൾ കേട്ടിട്ടുള്ള എനർജിയാണ്. അപ്പം
നമ്മൾ പറഞ്ഞു ഇപ്പൊ വർക്ക് ചെയ്യാനുള്ള കഴിവാണ് എനർജി എന്ന് പറഞ്ഞു അല്ലെ. എനർജി ഉണ്ടെങ്കിലാണ് വർക്ക് ചെയ്യാൻ പറ്റും എന്ന് പറഞ്ഞു. പക്ഷെ ചില കേസിലൊന്നും ഈ നമ്മുടെ കംപ്ലീറ്റ് 100% എനർജി നമുക്ക് എന്തായിട്ട് കൺവേർട്ട് ചെയ്യാൻ പറ്റൂല. വർക്കായിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റൂല, കൺവേർട്ട് ചെയ്യാൻ പറ്റൂല. ചിലപ്പോ വർക്ക് ചെയ്യണ സമയത്ത് കുറച്ച് എനർജി ലൂസ് ആവാം, വേസ്റ്റ് ആയിട്ട് പോവാം. ചിലപ്പോ യൂസ് ചെയ്യാണ്ട് അതവിടെ റിമൈൻ ചെയ്ത് നിൽക്കാം. അത് സിറ്റുവേഷൻ ഡിമാൻഡ്സ് ആണ്. പല സിറ്റുവേഷനിലും പല രീതിയിലാണ്. അപ്പോൾ എനർജി എന്ന് പറയുമ്പോൾ വർക്ക് ചെയ്യാനുള്ള കഴിവാണെങ്കിൽ കൂടി, അല്ലെങ്കിൽ വർക്ക് ചെയ്യാൻ എനർജി വേണമെങ്കിലും കംപ്ലീറ്റ് എനർജി ചിലപ്പോൾ നമുക്ക് നമ്മുടെ ചെയ്യാനുള്ള വർക്കായിട്ട് നമുക്ക് കൺവേർട്ട് ചെയ്യാൻ പറ്റില്ല. അത് എനർജി ചിലപ്പോൾ വേസ്റ്റ് ആവാം, അല്ലെങ്കിൽ യൂസ് ചെയ്യാതെ അവിടെ അൺയൂസ്ഡ് ആയിട്ട് അവിടെ കിടക്കുകയും ചെയ്യും. അങ്ങനെ. ഓക്കെ ഓക്കെ അപ്പൊ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ എനർജി എന്ന് പറയുന്നത് ഡിഫറെന്റ് ഫോം ആയിട്ട് എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട്. പല തരത്തിലുള്ള, ഇപ്പൊ ഇത് പറയാണ്ട് തന്നെ നിങ്ങളുടെ മൈൻഡിൽ ഇപ്പോ പലതരത്തിലുള്ള എനർജി നിങ്ങൾക്ക് മൈൻഡിൽ ഓടി വന്നിട്ടുണ്ടാവും. ലൈറ്റ് എനർജി, സൗണ്ട് എനർജി, ഹീറ്റ് എനർജി, അങ്ങനെ അങ്ങനെ. അപ്പോൾ നമുക്ക് ഓരോന്നായിട്ട് നമുക്ക് ഡിസ്കസ് ചെയ്യാം. ഫസ്റ്റ് വരുന്നത് മെക്കാനിക്കൽ എനർജിയാണ്. മെക്കാനിക്കൽ എനർജിയുടെ മലയാളത്തിൽ പറയുന്നത് യാന്ത്രിക ഊർജ്ജം എന്ന്. ഓക്കെ ഓക്കെ അപ്പൊ എന്താണ് മെക്കാനിക്കൽ എനർജി? ഇറ്റ് ഈസ് ദ എനർജി പ്രോസസ്ഡ് ബൈ എൻ ഒബ്ജെക്ട് ഡ്യൂ ടു ഇറ്റ്സ് പൊസിഷൻ ഓർ മോഷൻ. എന്ന് വെച്ചാൽ നമുക്കറിയാം ഒരു ഒബ്ജക്റ്റിന് ഒരു പൊസിഷൻ ഓക്യുപ്പൈ ചെയ്യാൻ, അല്ലെങ്കിൽ ഒരു ഒബ്ജക്റ്റ് മൂവ് ചെയ്യുന്ന സമയത്ത് ആവശ്യമുള്ള എനർജീനെ പറയുന്ന പേരാണ് മെക്കാനിക്കൽ എനർജി എന്ന് പറയുന്നത്. ഇപ്പൊ ഒരു ഒബ്ജക്റ്റ് അത് ഒരു പൊസിഷനിൽ ഓക്യുപ്പൈ ചെയ്യുന്നു, അല്ലെങ്കിൽ റെസ്റ്റിൽ ഇരിക്കുന്നു, സിമുലേറ്റ് പറഞ്ഞാൽ റെസ്റ്റിൽ ഇരിക്കുന്നു. അപ്പൊ അതിന് വേണ്ട എനർജീനെ പറയുന്ന പേരാണ് പൊട്ടൻഷ്യൽ എനർജി. നേരെ മറിച്ച് ഒരു ഒബ്ജക്റ്റ് മൂവ് ചെയ്യാൻ ആവശ്യമുള്ള എനർജീനെ പറയണതാണ് കൈനറ്റിക് എനർജി എന്ന് പറയുന്നത്. ഇത് രണ്ടും കൂടി ചേർന്ന എനർജീനെയാണ് നമ്മൾ രണ്ടും കൂടി കമ്പയർ ചെയ്ത് നമുക്ക് എന്താ പറയാം, മെക്കാനിക്കൽ എനർജി എന്ന് പറയാം. അപ്പൊ നമുക്ക് എന്താ പറയാം, മെക്കാനിക്കൽ എനർജി ഈക്വൽ ടു കൈനറ്റിക് എനർജി പ്ലസ് പൊട്ടൻഷ്യൽ എനർജി. കൈനറ്റിക് എനർജിയും പൊട്ടൻഷ്യൽ എനർജിയും കൂടി ചേർന്നതാണ് മെക്കാനിക്കൽ എനർജി. കൈനറ്റിക് എനർജി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഒബ്ജക്റ്റിന് മൂവ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു ബോഡിക്ക് ചലിക്കാൻ ആവശ്യമായിട്ടുള്ള എനർജിയാണ് കൈനറ്റിക് എനർജി. കൈനറ്റിക് എനർജിയുടെ മലയാളത്തിൽ നമ്മൾ ഗതികോർജം എന്ന് പറയും, അല്ലെങ്കിൽ ചലനോർജം എന്ന് പറയും. അത് ഒരു ഒബ്ജക്റ്റിന് റെസ്റ്റിലായിട്ടിരിക്കാൻ, അല്ലെങ്കിൽ ഒരു പൊസിഷനിൽ ഓക്യുപ്പൈ ചെയ്തിരിക്കാൻ വേണ്ടുന്ന എനർജീനെ പറയുന്ന പേരാണ് പൊട്ടൻഷ്യൽ എനർജി എന്ന് പറയുന്നത്. പൊട്ടൻഷ്യൽ എനർജിയുടെ മലയാളത്തിൽ പറയുന്നതാണ് സ്ഥിതികോർജം എന്ന് പറയുന്നത്. ഓക്കെ അപ്പോ യാന്ത്രികോർജം എന്ന് പറഞ്ഞാൽ ഈ ഗതികോർജവും സ്ഥിതികോർജം കൂടി ചേർന്നതാണ് ഈ യാന്ത്രികോർജം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഇനി നമുക്ക് ഇതിന് ബ്രേക്ക് ഡൗൺ വെച്ച് നോക്കാം. ഫസ്റ്റ് വൺ വരുന്നത് പൊട്ടൻഷ്യൽ എനർജി അഥവാ സ്ഥിതികോർജം. എന്താണ് പൊട്ടൻഷ്യൽ എനർജി? എനർജി പ്രോസസ്ഡ് ബൈ ആൻ ഒബ്ജക്ട് ഡ്യൂ ടു ഇറ്റ്സ് പൊസിഷൻ ഓർ ഹൈറ്റ്. ഒരു ഒബ്ജക്റ്റിന്റെ ഉയരം, അല്ലെങ്കിൽ പൊസിഷൻ, അല്ലെങ്കിൽ റെസ്റ്റ്, സ്റ്റേറ്റ് ഓഫ് റെസ്റ്റ്, അത് കാരണം ഉണ്ടാക്കുന്ന എനർജീനെ പറയുന്ന പേരാണ് പൊട്ടൻഷ്യൽ എനർജി എന്ന് പറയുന്നത്. നമ്മളൊരു ആക്ടിവിറ്റി നോക്കണം. ഇപ്പൊ ഞാനൊരു ഹാമർ എടുത്തു. ഒരു ഹാമർ എടുത്തിട്ട് ഞാനിപ്പോ ഒരു നിലത്ത് കിടക്കുന്ന ഒരു ഹാമർ ചെയ്യുന്നു. അപ്പൊ ഞാൻ ആ ഗ്രൗണ്ടിൽ നിന്ന് അത് എടുത്തിട്ട് ഒരു ഹൈറ്റിലേക്ക് കൊണ്ടുവച്ചു. ഓക്കെ എന്നിട്ട് ഞാനത് ഡ്രോപ്പ് ചെയ്തു, ആ ഒരു ഹൈറ്റിൽ നിന്ന് ഡ്രോപ്പ് ചെയ്തു. അപ്പൊ താഴെ കുറെ ഉണങ്ങി ഇങ്ങനെ ഭയങ്കര ഡ്രൈ ആയിട്ടുള്ള ക്ലേ ഉണ്ട്, കളിമണ്ണുണ്ട്. അപ്പൊ ഞാൻ ആ ഹാമർ ആ ഒരു ഹൈറ്റിൽ നിന്ന് ഇടുന്ന സമയത്ത് എന്ത് സംഭവിക്കും? ഈ ക്ലേയിൽ വന്ന് വീഴുമ്പോൾ എന്താ സംഭവിക്കുക? യെസ്, ആ ക്ലേ അത് ബ്രേക്ക് ആയി പോകും, പൊട്ടി. ആ കളിമണ്ണ് അവിടെ ആകെ ഡ്രൈ ആയിട്ടുള്ള കളിമണ്ണാണല്ലോ. അപ്പൊ അതെന്താവും? ബ്രേക്ക് ബ്രേക്ക് ആവും. അപ്പൊ അതിന് എന്താ മനസ്സിലായത്? ആ ഒരു ഹാമറിന് അത് ഓൾറെഡി റെസ്റ്റിലിരിക്കുന്ന ഒരു ഒബ്ജക്റ്റ് ആയിരുന്നു. അപ്പൊ അതിന് വർക്ക് ചെയ്യാനുള്ള എബിലിറ്റി ഉണ്ട് അല്ലെ. അപ്പൊ എബിലിറ്റി ടു ഡു വർക്ക്, അല്ലെങ്കിൽ കപ്പാസിറ്റി ടു ഡു വർക്ക് ചെയ്യാനുള്ള കഴിവുണ്ട് അതിന്. അതെന്താ? അപ്പൊ ഇതിനൊരു എനർജി ഉണ്ട്. ആ എനർജിയാണ് എന്തെന്ന് പറയുന്നത്? പൊട്ടൻഷ്യൽ എനർജി എന്ന് പറയുന്നത്. ഓക്കെ അപ്പം ഞാനിപ്പോ രണ്ട് ഹാമർ എടുത്തു. ഒന്ന് ഒരു ലൈറ്റ് വെയിറ്റ് ആയിട്ടുള്ള ഹാമർ, ഒന്ന് കുറച്ചും കൂടി അതിന് കൂടുതൽ വെയിറ്റ് ഉള്ള ഹാമർ എടുത്തിട്ട് ഞാൻ ഒരേ ഹൈറ്റിൽ നിന്ന് ഇട്ട് നോക്കി. ഒരേ ഹൈറ്റിൽ നിന്ന് ഞാനത് ഡ്രോപ്പ് ചെയ്ത് കഴിഞ്ഞാൽ താഴോട്ട് മണലാന്ന് വിചാരിച്ചു, താഴോട്ട് മണൽ ഇട്ട് കഴിഞ്ഞാല് ഏറ്റവും കൂടുതൽ പെനിട്രേറ്റ് ചെയ്ത് അല്ലെങ്കിൽ ആ മണലോട്ട് നല്ല ഫോഴ്സോട് വന്ന് വീഴുക ആരായിരിക്കും? കൂടുതൽ മാസ് ഉള്ള, അല്ലെങ്കിൽ ഹെവിയർ ആയിട്ടുള്ള ആ ഹാമർ ആയിരിക്കും. പക്ഷെ അതിനെന്താ, കൂടുതൽ മാസ് ഉള്ള ഒബ്ജക്റ്റ് ആണെങ്കിൽ കൂടുതൽ പൊട്ടൻഷ്യൽ എനർജി ആയിരിക്കും എന്നാണ് പറയുന്നത്. ഇനി വേറൊരു എക്സാമ്പിൾ പറഞ്ഞു കഴിഞ്ഞാല് ഒരേ വെയിറ്റ് ഉള്ള, അല്ലെങ്കിൽ ഒരേ മാസ് ഉള്ള എന്താ പറയാ ഹാമർ എടുത്തു. എന്ന് വെച്ചാൽ രണ്ടിനും ഒരേ മാസാണ്, പക്ഷെ ഞാൻ ഡിഫറെന്റ് ഹൈറ്റ് നിട്ടു. ഒന്ന് ആദ്യം ഒരു മീറ്റർ ഹൈറ്റ് നിട്ടു, ഒന്ന് ഞാനൊരു 5 മീറ്റർ ഹൈറ്റ് നിന്ന് ഞാൻ താഴോട്ട് ഡ്രോപ്പ് ചെയ്ത് കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ അത് ഫോഴ്സോട് മണ്ണിൽ വന്നിട്ട് പെനിട്രേറ്റ് ചെയ്യുക ഏതായിരിക്കും? പെനിട്രേറ്റ് ചെയ്യാൻ വന്ന് അങ്ങനെ വന്ന് ഒരു താഴ്ന്നു പോലേ അത് ഏതായിരിക്കും? യെസ്, കൂടുതൽ ഹൈറ്റ്, ഏറ്റവും കൂടുതൽ ഹൈറ്റ് നിട്ട് 5 മീറ്റർ നിട്ടതായിരിക്കും. അതിന് എന്ത് മനസ്സിലായി? ഹൈറ്റ് കൂടുമ്പോഴും എന്ത് കൂടും? ആ ഒബ്ജക്റ്റിന്റെ പൊട്ടൻഷ്യൽ എനർജി കൂടുമെന്ന് പറഞ്ഞു. അപ്പോ ഈ പൊട്ടൻഷ്യൽ എനർജി, ഒരു ഒബ്ജക്റ്റിന്റെ പൊട്ടൻഷ്യൽ എനർജി എന്തിനൊക്കെ ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട്? ആ ഒബ്ജക്റ്റിന്റെ വെയിറ്റിനെയും
ഓബ്ജക്റ്റിന്റെ ഹൈറ്റിനെയും എന്ന് വെച്ചാൽ ഗ്രൗണ്ടിൽ നിന്ന് എത്ര ഹൈറ്റിൽ നിന്നാണ് അത് ഡ്രോപ്പ് ചെയ്യുന്നത് ആ ഹൈറ്റിനെയും ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട്. നമുക്ക് വെയിറ്റ്, ഒബ്ജക്റ്റിന്റെ വെയിറ്റ് നമ്മൾ കഴിഞ്ഞ ചാപ്റ്ററിലൊക്കെ പഠിച്ചതാണ്. വെയിറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? എർത്ത് ആ ഒരു ഒബ്ജക്റ്റിന്റെ മേലെ അട്രാക്ട് ചെയ്യുന്ന ഫോഴ്സ് ആണല്ലോ. അപ്പൊ വെയിറ്റ് എന്ന് പറഞ്ഞാൽ എന്താ? W=mg ആണ്, മാസ് ഇൻറ്റു ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചതാണ്. അതേപോലെ വെയിറ്റിനെ ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട്, ഹൈറ്റിനെ ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട്. നമ്മളൊരു ആക്ടിവിറ്റിയിലൂടെ നമ്മളത് ഡിസ്കസ് ചെയ്തു. അതിൽ നിന്ന് കിട്ടിയ കൺക്ലൂഷൻ എന്താ വെച്ചാൽ മോർ വെയിറ്റ് കൂടുമ്പോൾ പൊട്ടൻഷ്യൽ എനർജിയും കൂടും. അതേപോലെ ഹൈറ്റ് കൂടുതലാണെങ്കിൽ എന്തും കൂടും? പൊട്ടൻഷ്യൽ എനർജി കൂടുന്നതാണ് പറയുന്നത്. അപ്പൊ ഈ രണ്ട് ഫാക്ടറിലാണ് പൊട്ടൻഷ്യൽ എനർജി ഡിപ്പെൻഡ് ചെയ്യുന്നത്, ഹൈറ്റിനെയും വെയിറ്റിനെയും. വെയിറ്റും ഹൈറ്റും കൂടുമ്പോൾ പൊട്ടൻഷ്യൽ എനർജിയും കൂടും. ഞാൻ നേരത്തെ പറഞ്ഞ ഒരു എക്സാമ്പിൾ നിങ്ങൾ റിമൈൻഡ് ചെയ്യുക. ഒരേ മാസുള്ള അല്ലെങ്കിൽ ഒരേ വെയിറ്റ് ഉള്ള ഒബ്ജക്റ്റ് നമ്മൾ ഡിഫറെന്റ് ഹൈറ്റിൽ നിന്ന് ഇടുമ്പോൾ കൂടുതൽ ഹൈറ്റിൽ നിന്നാണ് വീഴുന്ന ഒബ്ജക്റ്റ് ആണെങ്കിൽ കൂടുതൽ പൊട്ടൻഷ്യൽ എനർജി ഉണ്ടായിരിക്കുക. ഇനി ഡിഫറെന്റ് വെയിറ്റ് ഉള്ള, ഒന്ന് ഹെവിയറും ഒന്ന് ലൈറ്റ് വെയിറ്റ് ഉള്ളത് ഒരേ ഹൈറ്റിൽ നിന്ന് തന്നെ ഇട്ടെന്ന് വിചാരിച്ചോ. അപ്പൊ വെയിറ്റ് കൂടിയ ആൾക്കാണ് കൂടുതൽ നന്നായിട്ട് വന്നിട്ട് പെനിട്രേറ്റ് ചെയ്യാൻ മണ്ണിലേക്ക്. ബിക്കോസ് അത് കൂടുതൽ വെയിറ്റ് കൂടുമ്പോൾ അതിന്റെ പൊട്ടൻഷ്യൽ എനർജി കൂടുന്നുള്ളത്. അപ്പൊ ഈ ഒരു ഫാക്ടർ എന്ന് വെച്ചിട്ട് നമുക്കൊരു ഇക്വേഷൻ അതിൽ നിന്ന് ഉണ്ടാക്കാൻ പറ്റും. ദാറ്റ് ഈസ് പൊട്ടൻഷ്യൽ എനർജി PE അല്ലെങ്കിൽ EP എന്ന് പറയും, ഈക്വൽ ടു W ഇൻറ്റു H എന്ന് വെച്ചാൽ വെയിറ്റ് ഇൻറ്റു ഹൈറ്റ് ആണ്. വെയിറ്റ് എന്ന് ഓൾറെഡി പറഞ്ഞാൽ mg നമുക്കറിയാം. അപ്പൊ നമുക്ക് എന്ത് കിട്ടും? പൊട്ടൻഷ്യൽ എനർജി ഈക്വൽ ടു mgh എന്നുള്ള ഇക്വേഷൻ കിട്ടും. M എന്ന് പറഞ്ഞാൽ മാസ് ആണ്, G എന്ന് പറഞ്ഞാൽ ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി ആണ്, H എന്ന് പറഞ്ഞാൽ ഹൈറ്റ് ആണ്. ഓക്കെ, അതിന്റെ കറക്റ്റ് മലയാളം വേർഡ്സ് ആണ്. സ്ഥിതികോർജം എന്ന് പറഞ്ഞാൽ ഒരു വസ്തുവിന് സ്ഥാനം അല്ലെങ്കിൽ ഉയരം മൂലം ഉണ്ടാകുന്ന ഊർജ്ജമാണ്. വസ്തുവിന്റെ ഭാരത്തിനെയും നിലത്തു നിന്നുള്ള ഉയരത്തിനെയും അത് ഈ ഒരു സ്ഥിതികോർജം എന്ത് ചെയ്യുന്നുണ്ട്? ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട്. ഭാരം കൂടുമ്പോഴും ഉയരം കൂടുമ്പോഴും ആ ഒബ്ജക്റ്റിന്റെ സ്ഥിതികോർജം പൊട്ടൻഷ്യൽ എനർജി കൂടും. ഇക്വേഷൻ എന്നത് പൊട്ടൻഷ്യൽ എനർജി ഈക്വൽ ടു mgh ആണ്. ആ ഇക്വേഷൻ നന്നായിട്ട് പഠിക്കുക, അത് വെച്ചിട്ട് നമുക്ക് പ്രോബ്ലം ചെയ്യാൻ വരും. അടുത്തത് നമ്മൾ നേരത്തെ പറഞ്ഞു, ഒരു ഒബ്ജക്റ്റിന്റെ മോഷൻ കാരണം ഉണ്ടാകുന്ന എനർജിനെ പറയുന്ന പേരാണ് കൈനറ്റിക് എനർജി എന്നുള്ളത്. ഇതിന് മലയാളത്തിൽ ഗതികോർജം അല്ലെങ്കിൽ ചലനോർജം എന്നും പറയും. അതിനൊരു എക്സാമ്പിൾ പറയാം. ഇപ്പൊ ഞാനൊരു സ്ലോപ്പ്, ഒരു താഴെയായിട്ട് ഞാനൊരു മാച്ച് ബോക്സ് വെച്ചിട്ടുണ്ട്, തീപ്പെട്ടി പെട്ടി വെച്ചിട്ടുണ്ട്. ഓക്കെ, എന്നിട്ട് ഞാൻ ഈ സ്ലോപ്പിന്റെ മേലെ ഞാനൊരു പെൻസിൽ ഇങ്ങനെ അതിലേക്ക് ഡ്രോപ്പ് ചെയ്ത് കഴിഞ്ഞാൽ ആ പെൻസിൽ ഇങ്ങനെ റോൾ ചെയ്ത് വന്നിട്ട് എന്ത് ചെയ്യും? ഈ മാച്ച് ബോക്സിനെ എന്ത് ചെയ്യും? കുറച്ച് പുഷ് ചെയ്യും, കുറച്ചും കൊണ്ട് സീക്രം. അപ്പൊ മാച്ച് ബോക്സ് ഒരു ഡിസ്റ്റൻസ് അവിടെ നീങ്ങും. അപ്പൊ അവിടെ വർക്ക് നടക്കുന്നുണ്ട്. വർക്ക് നടക്കണമെങ്കിൽ എന്ത് വേണം? എനർജി വേണം. അപ്പൊ അവിടെ മൂവ്മെന്റ് നടക്കണം, ഒബ്ജക്റ്റിന് മൂവ്മെന്റ് നടക്കണം. ആ ഒബ്ജക്റ്റ് പെൻസിൽ ഇങ്ങനെ റോൾ ചെയ്തിട്ട് വരികയാണ്. അപ്പൊ അവിടെ ഏത് എനർജി ആയിരിക്കും ഉണ്ടാവുക? യെസ്, കൈനറ്റിക് എനർജിയാണ് ഉണ്ടാവുന്നത്. അപ്പൊ അതിന് എന്ത് മനസ്സിലായി? ഒരു ഒബ്ജക്റ്റ് ഒരു ഹൈറ്റിൽ നിന്ന് ഇങ്ങനെ വരുന്ന സമയത്ത് അതിന്റെ പൊട്ടൻഷ്യൽ എനർജി കുറയുകയും കൈനറ്റിക് എനർജി കൂടുകയും ചെയ്യുന്നു. വെൻ എ ബോഡി കംസ് ഡൗൺ ഫ്രം എ ഹൈറ്റ്, its potential energy decreases and the kinetic energy increases. ഓക്കെ, ഇനി നേരത്തെ ഞാൻ പറഞ്ഞു ഒരു പെൻസിൽ വേണം, അപ്പൊ അത് വരുന്നു. ഇനി അതേ പെൻസിൽ തന്നെ ഞാൻ ഒരു കുറച്ചും കൂടി ഹൈറ്റ് കൂട്ടിയിട്ടാണ് ഞാൻ ഡ്രോപ്പ് ചെയ്യുന്നതെങ്കിൽ എന്ത് സംഭവിക്കും? മാച്ച് ബോക്സ് കുറച്ച് കൂടുതൽ നീങ്ങും അല്ലെ? അപ്പൊ ഹൈറ്റ് കൂടുമ്പോൾ എന്ത് സംഭവിക്കുന്നുണ്ട്? കൈനറ്റിക് എനർജി കൂടുന്നുണ്ട്. അതൊന്ന്. പിന്നെ വരുന്നത്, ഞാൻ ഒരു പെൻസിലിന് പകരം ഞാനൊരു ബാറ്ററിയാണ് ഡ്രോപ്പ് ചെയ്യുന്നതെങ്കിലോ, എന്നുവെച്ചാൽ പെൻസിലിനേക്കാൾ കൂടുതൽ മാസുള്ള ബാറ്ററിയാണ് ഡ്രോപ്പ് ചെയ്യുന്നതെങ്കിൽ ആ ബാറ്ററി എന്ത് ചെയ്യും? അതും മാച്ച് ബോക്സിനെ നീക്കിയതിനേക്കാൾ കൂടുതൽ ബാറ്ററി റോൾ ചെയ്ത് വന്നിട്ട് നീക്കും. എന്നുവെച്ചാൽ വെയിറ്റ് മാസ് കൂടുമ്പോൾ എന്ത് കൂടും? കൈനറ്റിക് എനർജി കൂടുന്നുള്ളത്. പിന്നെ ഇപ്പൊ ഞാൻ പെൻസിൽ തന്നെ ഞാൻ ആദ്യം ഒരു സ്പീഡിലിട്ടു, നോർമൽ സ്പീഡിലിട്ടു. അപ്പൊ മാച്ച് ബോക്സ് നീങ്ങി. ഭയങ്കര സ്പീഡിൽ, നേരത്തിനേക്കാളും കുറച്ച് കൂടുതലായി സ്പീഡിൽ ഞാൻ ഇട്ട് കഴിഞ്ഞാൽ, റോൾ ചെയ്ത് കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും? തീപ്പെട്ടി ഒന്നും കൂടി കൂടുതലായിട്ട് നീങ്ങും. എന്നുവെച്ചാൽ വെലോസിറ്റി കൂടുമ്പോൾ, അതിന്റെ സ്പീഡ് കൂടുമ്പോഴും കൂടുതൽ കൈനറ്റിക് എനർജി ആയിരിക്കും എന്നാണ് പറയുന്നത്. അപ്പൊ കൈനറ്റിക് എനർജി ഓഫ് എ മൂവിംഗ് ബോഡി ഡിപ്പെൻഡ്സ് ഓൺ മാസ് ആൻഡ് വെലോസിറ്റി ഓഫ് എൻ ഒബ്ജക്ട്. മാസ് കൂടുമ്പോൾ കൈനറ്റിക് എനർജി കൂടും, വെലോസിറ്റി കൂടുമ്പോൾ കൈനറ്റിക് എനർജി കൂടും എന്നാണ് പറയുന്നത്. ഇപ്പം മാസ് എന്ന് പറയുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറഞ്ഞാല്, ഇപ്പൊ പെൻസിലും അതേപോലെ ബാറ്ററിയാണ് പറഞ്ഞത്, രണ്ടിനും ഡിഫറെന്റ് മാസ് ആണ്. പക്ഷെ നമ്മൾ ഒരേ സ്പീഡ് ഒരേ വെലോസിറ്റിയിലാണ് ഡ്രോപ്പ് ചെയ്യുന്നത്. അപ്പോൾ കൂടുതലായിട്ട് മാസ് ഉള്ളത് ബാറ്ററിക്ക് ആയതുകൊണ്ട് അവിടെ കൂടുതൽ കൈനറ്റിക് എനർജി ആർക്കാ ഉണ്ടാവുക?
ആർക്കുണ്ടാവുക, കൈനറ്റിക് എനർജി ആർക്കുണ്ടാവുക, ഈ ബാറ്ററിക്കാണ് ഉണ്ടാവുക. മാസ് കൂടുതൽ അതിനാണല്ലോ. നേരെ മറിച്ച് ഞാൻ പെൻസിലിന്റെ കാര്യം, ഒരേ പെൻസിലാണ്, ഒരേ മാസമുള്ള ഒരു പെൻസിൽ എടുത്തു. ആ പെൻസിൽ ഡിഫറെന്റ് വെലോസിറ്റിയിൽ, ഡിഫറെന്റ് സ്പീഡിൽ അതിനെ ഞാൻ ഡ്രോപ്പ് ചെയ്യുമ്പോൾ കൂടുതൽ വെലോസിറ്റിയിൽ വരുന്ന സമയത്തായിരിക്കും കൂടുതൽ കൈനറ്റിക് എനർജി ഉണ്ടാവുക എന്നുള്ളതാണ്. അപ്പൊ ഈ ഒരു റിലേഷൻ നിന്ന് നമുക്ക് എന്ത് കിട്ടും? കൈനറ്റിക് എനർജിക്കൽ എക്സ്പ്രഷൻ കിട്ടുകയാണ്. ദാറ്റ് ഈസ് കൈനറ്റിക് എനർജി ഈക്വൽ ടു ഹാഫ് mv² എന്നുള്ളത്. ഓക്കെ, വേറെ എം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മാസ്, വി എന്ന് പറഞ്ഞ വെലോസിറ്റി. കൈനറ്റിക് എനർജി കുറച്ച് എക്സാമ്പിൾ ഇവിടെ പറയുന്നുണ്ട്. എ റോളിംഗ് ബോട്ട്, എ മൂവിംഗ് കാർ ആൻഡ് വാട്ടർ ഫ്ലോയിങ് ഇൻ എ റിവർ എന്നുള്ളത്. സോ ദാറ്റ്സ് ഓൾ അബൌട്ട് കൈനറ്റിക് എനർജി ആൻഡ് പൊട്ടൻഷ്യൽ എനർജി. സോ രണ്ടും കൂടിയിട്ട് പറയുന്നതാണ് കൈനറ്റിക് എനർജിയും പൊട്ടൻഷ്യൽ എനർജിയും കൂടി പറയുന്നതാണ് മെക്കാനിക്കൽ എനർജി അഥവാ യാന്ത്രിക ഊർജ്ജം. സോ ദാറ്റ്സ് എ ഫസ്റ്റ് കൈൻഡ് ഓഫ് എനർജി നമ്മൾ ഡിസ്കസ് ചെയ്തത്. രണ്ടാമത് വരുന്നത് തെർമൽ എനർജിയാണ്. തെർമൽ എനർജി എന്ന് പറഞ്ഞാൽ താപോർജ്ജമാണ്. എന്ന് വെച്ചാൽ അത് താപോർജ്ജം നമ്മുടെ ശരീരത്തിലേക്ക് കയറാൻ നമുക്കതിന് ഹോട്ട്നെസ്സിന് കാരണമാവുന്നു. നമ്മുടെ ശരീരത്തിൽ നിന്ന് അത് പുറത്ത് പോവുകയാണെങ്കിൽ അത് നമുക്ക് ശരീരത്തിന് എന്ത് തരും? താപോർജ്ജം നമ്മുടെ ശരീരത്തിൽ നിന്ന് പോയി കഴിഞ്ഞാൽ നമുക്ക് എന്ത് തരും? കോൾനെസ്, തണുപ്പ് കിട്ടും. അപ്പോൾ ഡ്യൂ ടു ഹോട്ട്നെസ് ആൻഡ് കോൾനെസ് അതിന് കാരണമാവുന്ന എനർജിയാണ് തെർമൽ എനർജി എന്ന് പറയുന്നത്, താപോർജ്ജം എന്ന് പറയും. അടുത്ത് വരുന്നത് ലൈറ്റ് എനർജിയാണ്. നമുക്കറിയാം പ്രകാശോർജ്ജം, നമുക്ക് വസ്തുക്കളെയൊക്കെ കാണാൻ പറ്റുന്നത് എന്തുകൊണ്ടാണ്? പ്രകാശം ഒബ്ജക്റ്റിൽ വന്ന് എത്തുന്നതുകൊണ്ടാണ്. ലൈറ്റ് എനർജി ഈസ് വെരി ഇമ്പോർട്ടന്റ് കൈൻഡ് ഓഫ് എനർജി ഇൻ അവർ ലൈഫ് അല്ലെ. ലൈറ്റ് എനർജിയാണ് നമ്മുടെ ലൈഫിൽ അത്ര ഇമ്പോർട്ടന്റ് റോൾ വഹിക്കുന്നവരാണ്, ഒരു കൈൻഡ് ഓഫ് എനർജിയാണ്. നമുക്ക് വസ്തുക്കളെ കാണാൻ പറ്റുന്നത് ലൈറ്റ് എനർജി കൊണ്ടാണ്. അടുത്തത് ഇലക്ട്രിക്കൽ എനർജി, ഡ്യൂ ടു ദ മൂവ്മെന്റ് ഓഫ് ചാർജ്ഡ് പാർട്ടിക്കിൾസ്. ചാർജ്ഡ് പാർട്ടിക്കിൾസ് മൂവ്മെന്റ് നടത്തുന്നതോട് ഉണ്ടാകുന്ന എനർജിയാണ് ഇലക്ട്രിക്കൽ എനർജി. അതിപ്പോ നമുക്കറിയാം ബൾബ്, ഫാന്, TV, ലാപ്ടോപ്പ് ഒക്കെ ഇതിലൊക്കെ എന്ത് യൂസ് ചെയ്യുന്നുണ്ട്? ഇലക്ട്രിക്കൽ എനർജി. നമ്മുടെ ഡെയിലി ലൈഫിൽ ആലോചിക്കുമ്പോൾ തന്നെ ഒരുപാട് യൂസ്ഫുൾ ആയിട്ടുള്ള എനർജിയാണ് ഇലക്ട്രിക്കൽ എനർജി എന്ന് പറയുന്നത് അല്ലെ. പിന്നെ അടുത്തത് വരുന്നത് മാഗ്നറ്റിക് എനർജി. നമുക്കറിയാം നമ്മൾ ഒരു ഒരു ഇരുമ്പ് കഷ്ണം നമ്മൾ ഒരു മാഗ്നറ്റിന്റെ അടുത്ത് എത്തുമ്പോൾ അവിടെ അത് അട്രാക്ട് ചെയ്യുന്നുണ്ട്. മാഗ്നറ്റ് അതിനെ എന്ത് ചെയ്യുന്നുണ്ട്? ആ അയണിനെ അട്രാക്ട് ചെയ്യുന്നുണ്ട്. അപ്പൊ ആ ഒരു മാഗ്നറ്റിന്റെ ഫംഗ്ഷനിങ്ങിൽ ഇൻവോൾവ് ആവുന്ന എനർജിയാണ് മാഗ്നറ്റിക് എനർജി. മലയാളത്തിൽ എന്ത് പറയും? കാന്തിക ഊർജം എന്ന് പറയും. അടുത്തത് സൗണ്ട് എനർജി. നമുക്ക് കാര്യങ്ങൾ പല ശബ്ദം, സൗണ്ട് കേൾക്കാൻ പറ്റുന്ന സഹായിക്കുന്ന എനർജിയാണ് സൗണ്ട് എനർജി എന്ന് പറയുന്നത്. എങ്ങനെയാണ് ഒരു സൗണ്ട് ഉണ്ടാവുന്നത്? ഒരു ഒബ്ജക്ട് വൈബ്രേറ്റ് ചെയ്യുമ്പോഴാണ് അവിടെ സൗണ്ട് അവിടെ ക്രിയേറ്റ് ചെയ്യുന്നത്. അത് നമുക്ക് കേൾക്കാൻ പറ്റുന്നു. ദാറ്റ് സൗണ്ട് എനർജിയാണ് അതിനെ സഹായിക്കുന്നത്. അടുത്തത് വരുന്നത് ന്യൂക്ലിയർ എനർജിയാണ്. നോൺ കൺവെൻഷണൽ ഫോം ഓഫ് എനർജി റിലീസ്ഡ് ഇൻ ന്യൂക്ലിയർ റിയാക്ഷൻ. ന്യൂക്ലിയർ റിയാക്ഷൻസിലൊക്കെ റിലീസ് ചെയ്യപ്പെടുന്ന എനർജിയാണ് ന്യൂക്ലിയർ എനർജി എന്ന് പറയുന്നത്. അവിടെ എന്താ സംഭവിക്കുക വെച്ചാൽ ഒബ്ജക്റ്റിന്റെ മാസ് കംപ്ലീറ്റ് ആയിട്ട് എന്തായിട്ട് മാറാണ്? എനർജി ആയിട്ട് കൺവേർട്ട് ചെയ്യാണ്. സോ ദിസ് ഇസ് ദ ഡിഫറെന്റ് കൈൻഡ്സ് ഓഫ് എനർജി. അപ്പൊ ഇതിനെ കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് ഫർദർ ക്ലാസ്സിൽ നമുക്ക് പഠിക്കാനുണ്ട്. അപ്പൊ സിമ്പിൾ ആയിട്ട് എന്താണ് ഇങ്ങനെ എനർജി എന്താണെന്നും എനർജിയുടെ ഡിഫറെന്റ് ഫോംസ് എന്താണെന്നും മാത്രം നിങ്ങൾ പഠിച്ചാൽ മതി. ഓക്കെ, സിമ്പിൾ ആയിട്ട് അതിനെ കുറിച്ച് എക്സാമ്പിൾസ് നിങ്ങൾക്ക് ഡെയിലി ലൈഫിൽ നിങ്ങൾക്ക് എടുത്ത് എഴുതാവുന്ന കാര്യമുള്ളൂ. അടുത്തതായിട്ട് വരുന്നത് ഇപ്പൊ നമുക്ക് ഓൾറെഡി എന്താണ് എനർജി എന്ന് മനസ്സിലായി, അല്ലെങ്കിൽ ഡിഫറെന്റ് കൈൻഡ്സ് ഓഫ് എനർജി എന്താണെന്ന് മനസ്സിലായി. ഈ എനർജീനെ നമുക്ക് വർക്ക് ചെയ്യാൻ യൂസ് ചെയ്യുന്നത് നമുക്ക് ഇതൊക്കെ നമുക്ക് മനസ്സിലായി. എനർജിയുടെ എക്സ്പ്രഷൻസ് മനസ്സിലായി, യൂണിറ്റ് പറഞ്ഞു. ഇനി നമ്മൾ അറിയേണ്ട ഒരു കാര്യം പറഞ്ഞാൽ എനർജിനെ നമുക്ക് ഒരിക്കലും എന്ത് ചെയ്യാൻ പറ്റില്ല? ക്രിയേറ്റ് ചെയ്യാൻ പറ്റില്ല. അതേപോലെ നമുക്ക് ഡിസ്ട്രോയ് ചെയ്യാനും പറ്റില്ല. ആകെ നമുക്ക് ചെയ്യാൻ പറ്റുന്നത് എനർജീനെ വൺ ഫോം ടു അനദർ ഫോം. ഇപ്പൊ നമ്മൾ ഓൾറെഡി ഫോർ ഡിഫറെന്റ് കൈൻഡ്സ് അല്ലെങ്കിൽ ഡിഫറെന്റ് ഫോം ഓഫ് എനർജി പഠിച്ചു. അപ്പോൾ ഇതിൽ ഒരു എനർജീന്റെ ഫോമിൽ നിന്നും മറ്റൊരു എനർജി ഫോമിലേക്ക് മാറ്റാൻ നമുക്ക് പറ്റും. അതേ നമുക്ക് പറ്റുള്ളൂ എന്ന് പറയുന്നത്. ഇപ്പൊ ഫോർ എക്സാമ്പിൾ നമ്മളിപ്പോ വളരെ നമ്മുടെ ഡെയിലി ലൈഫിൽ ഏറ്റവും നമ്മൾ യൂസ് ചെയ്യുന്ന ഒരു സാധനമാണ് അയൺ ബോക്സ് എന്ന് പറയുന്നത്. അയൺ ബോക്സിൽ എന്താ സംഭവിക്കുന്നത്? നമ്മൾ അവിടെ കറണ്ട് കൊടുക്കും, ഇലക്ട്രിക്കൽ എനർജി നമ്മളവിടെ കൊടുക്കും അല്ലെ. അപ്പോഴാണ് ആ കറണ്ട് ആ അയൺ ബോക്സ് അവിടെ വർക്ക് ചെയ്യുന്നത്. അപ്പൊ എന്താ സംഭവിക്കുന്നത്? അയൺ ബോക്സ് അവിടെ വർക്ക് ചെയ്യുമ്പോൾ അവിടെ എന്താണ്? ഹീറ്റ് എനർജി പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട് അല്ലെ. അപ്പൊ എന്തായി? ഇലക്ട്രിക്കൽ എനർജി എന്നുള്ളത് എന്തായിട്ട് മാറി? ഹീറ്റ് എനർജി ആയിട്ട് മാറി. ഒരു ഫോം ഓഫ് എനർജിയിൽ നിന്ന് മറ്റൊരു ഫോം ഓഫ് എനർജിയിലേക്ക് മാറുകയാണ് ചെയ്യുന്നത്. അതിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? എനർജി ട്രാൻസ്ഫോർമേഷൻ എന്ന് പറയുന്നത്. ഓക്കെ, എന്താ എനർജി ട്രാൻസ്ഫോർമേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് മലയാളത്തില് ഊർജ പരിവർത്തനം. ഒരു ഊർജം, ഒരു ഫോമിൽ നിൽക്കുന്ന എനർജീനെ നമ്മൾ മറ്റൊരു ഫോം ഓഫ് എനർജിയിലേക്ക് മാറ്റുന്നതിനെയാണ് എനർജി ട്രാൻസ്ഫോർമേഷൻ എന്ന് പറയുന്നത്, അല്ലെങ്കിൽ മലയാളത്തിൽ ഊർജ പരിവർത്തനം. എനർജി ക്യാൻ ബി കൺവേർട്ടഡ് ഫ്രം വൺ ഫോം ടു അനദർ. ഒരു ഫോമിൽ നിന്ന് മറ്റൊരു ഫോമിലേക്ക് മാറ്റാൻ പറ്റും. അതല്ലാണ്ട് പുതിയതായിട്ട് എനർജീനെ ക്രിയേറ്റ് ചെയ്യാനോ അതല്ലെങ്കിൽ നശിപ്പിക്കാനോ നമുക്ക് പറ്റില്ല. അപ്പൊ എനർജി ട്രാൻസ്ഫോർമേഷനെ കുറിച്ച് ഡെയിലി ലൈഫിലെ കുറച്ച് എക്സാമ്പിൾസ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഫസ്റ്റ് വൺ ഡാം ആണ്. നമുക്ക് എല്ലാവർക്കും അറിയാം ഡാമിൽ എന്താണെന്ന് വെച്ചാൽ നമ്മൾ വെള്ളം അവിടെ അങ്ങനെ കെട്ടി നിർത്തിയിട്ടാണ്. അപ്പൊ അവിടെ വെള്ളം റെസ്റ്റിലാണ്. അപ്പൊ അവിടെ എനർജി, ഏത് എനർജി ഉണ്ടാവുക? റെസ്റ്റിൽ ഉണ്ടാവുന്ന ഏത് എനർജി ഉണ്ടാവുക? യെസ്, പൊട്ടൻഷ്യൽ എനർജി അത് ഉണ്ടായിരിക്കും. അപ്പൊ ഡാമിൽ നിന്ന് ആ എനർജി താഴോട്ട് വീഴുമ്പോൾ, വെള്ളം നമ്മൾ അലൗ ചെയ്യുമ്പോൾ വെള്ളം താഴോട്ട് ഫോളോ ചെയ്യുമ്പോൾ അവിടെ മൂവ്മെന്റ് സംഭവിക്കുകയാണ് വെള്ളത്തിന്. അപ്പൊ അത് എന്തായിട്ട് മാറി? പൊട്ടൻഷ്യൽ എനർജി എന്നുള്ളത് എന്തായിട്ട് മാറി?
മൂവ് ചെയ്യാൻ തുടങ്ങിയപ്പോൾ അത് കൈനറ്റിക് എനർജി ആയിട്ട് മാറി. ഈ വെള്ളം വന്നപ്പോൾ നമുക്ക് ഡാമിന്റെ ഫംഗ്ഷനിങ് അറിയാം. ഡാം എന്തിനാ യൂസ് ചെയ്യുന്നത്? നമ്മൾ കറന്റ് പ്രൊഡ്യൂസ് ചെയ്യാനല്ലേ. അപ്പൊ കൈനറ്റിക് എനർജി അവിടെ വന്നു വെള്ളത്തിന്. എന്നിട്ട് ആ വെള്ളം വന്നിട്ട് ടർബൈൻ കറങ്ങാൻ സഹായിക്കുന്നു. അങ്ങനെ ടർബൈൻ കറങ്ങിയിട്ട് ഇലക്ട്രിസിറ്റി അവിടെ പ്രൊഡ്യൂസ് ചെയ്യാണ്. അപ്പൊ അവിടെ എന്ത് എനർജി ഫോം ഉണ്ടായി? ഇലക്ട്രിക്കൽ എനർജി ആയിട്ട് മാറി. അപ്പൊ പൊട്ടൻഷ്യൽ എനർജിയിൽ നിന്നും കൈനറ്റിക് എനർജി ആയിട്ട് മാറി. അവിടുന്ന് പിന്നെ അത് ഇലക്ട്രിക്കൽ എനർജി ആയിട്ട് മാറി. സി, ഒരു ഡാമിൽ അവിടെ നടക്കുന്ന എനർജി ട്രാൻസ്ഫോർമേഷൻ ആണ് ഇപ്പൊ ഈ പറഞ്ഞത്. അടുത്തത് വരുന്നത് ഇലക്ട്രിക് ബൾബ്. നമുക്ക് ഇത് പറയാണ്ട് തന്നെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും എന്താണ്. നമ്മളവിടെ ഇലക്ട്രിക് എനർജി കൊടുക്കുന്നു, അപ്പോൾ ലൈറ്റ് കത്തുന്നു. അപ്പൊ അവിടെ എന്താവും? ബൾബ് കത്തുന്നു പറയുമ്പോൾ അവിടെ എന്താ വരുന്നത്? ലൈറ്റ് ലൈറ്റ് എനർജി ഉണ്ടായി. അതിന്റെ ഒപ്പം തന്നെ ഹീറ്റ് എനർജി പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട് അല്ലെ. ബൾബ് എന്ത് ചെയ്യുന്നുണ്ട്? ചൂടാവുന്നില്ലേ? ലൈറ്റ് എനർജി ഉണ്ടാവുന്നുണ്ട്, ഹീറ്റ് എനർജി ഉണ്ടാവുന്നുണ്ട്. അടുത്തത് എന്താ? ഇലക്ട്രിക് ഹീറ്ററോ അല്ലെങ്കിൽ അയൺ ബോക്സ്. നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഇലക്ട്രിക് എനർജി അവിടെ എന്തായിട്ട് മാറാണ്? ഹീറ്റ് എനർജി ആയിട്ട് മാറാണ്. എന്നുവെച്ചാൽ വൈദ്യുതോർജ്ജം എന്തായിട്ട് മാറാണ്? താപോർജ്ജമായിട്ട് മാറാണ്. അടുത്തത് ഇലക്ട്രിക് മോട്ടോർ അല്ലെങ്കിൽ പമ്പ്. അവിടെ എന്താ സംഭവിക്കുന്നത്? ഇലക്ട്രിക് എനർജി കൊടുത്തു, അതേപോലെ എന്ത് എനർജി ആയിട്ട്? മെക്കാനിക്കൽ എനർജി ആയിട്ടാണ് വരുന്നത്. ലൈക്ക് അവിടെ ഫങ്ഷനിങ് നടക്കണം, മോട്ടോർ അവിടെ വർക്ക് ചെയ്യണം. അപ്പൊ അവിടെ മെക്കാനിക്കൽ എനർജി ആയിട്ട് മാറും. ഇലക്ട്രിക്കൽ സെല്ല്, കെമിക്കൽ എനർജി. ഇലക്ട്രിക് സെല്ല് പറഞ്ഞാൽ ബാറ്ററി ഒക്കെയാണ്. അപ്പൊ നമ്മളിവിടെ എനർജി സ്റ്റോർ ചെയ്ത് വെച്ചിരിക്കുകയാണ്. അപ്പൊ അതുകൊണ്ടാണ് കെമിക്കൽ എനർജി. കെമിക്കൽസ് ഉണ്ടല്ലോ അതിന്റെ ഉള്ളിൽ. അപ്പൊ കെമിക്കൽ എനർജിയാണ്. അതെന്തായിട്ട് മാറി? നമ്മൾ എന്തിനാണ് ബാറ്ററി യൂസ് ചെയ്യുന്നത്? യെസ്, കറന്റിന് വേണ്ടിയിട്ട്. ഇലക്ട്രിസിറ്റി വെനെവർ നീഡ്, അപ്പൊ നമ്മള് സ്റ്റോർ ചെയ്ത് വെക്കുക ചെയ്യുന്നത്. അപ്പൊ കെമിക്കൽ എനർജി എന്തായിട്ട് മാറാണ്? ഇലക്ട്രിക്കൽ എനർജി ആയിട്ട് മാറാണ്. സോളാർ സെല്ലിൽ എന്താണ്? ലൈറ്റ് എനർജി ഉള്ളത്. പ്രകാശോർജ്ജം എന്തായിട്ട് മാറാണ്? ഇലക്ട്രിക്കൽ എനർജി ആയിട്ട് മാറാണ്. അടുത്തത് മൈക്രോഫോണിൽ സൗണ്ട് എനർജി ഉള്ളത് ഇലക്ട്രിക്കൽ എനർജി ആയിട്ട് മാറാണ്. അടുത്തത് ലൗഡ് സ്പീക്കർ എന്താ? എനർജി കൊടുക്കുന്നു, അത് സൗണ്ട് എനർജി ആയിട്ട് മാറാണ്. ഇത് കുറച്ച് എക്സാമ്പിൾസ് ആണ് കൊടുത്തിട്ടുള്ളത്. ഇപ്പൊ നിങ്ങൾക്ക് ആലോചിച്ച് നോക്കാൻ ഒരുപാട് ഇന്നത്തെ എനർജി ട്രാൻസ്ഫോർമേഷൻ നടക്കുന്ന ഡെയിലി ലൈഫിലെ എക്സാമ്പിൾസ് നിങ്ങൾക്ക് മനസ്സിലാക്കാവുന്ന കാര്യമുള്ളൂ. അപ്പോ ഇതിൽ നിന്ന് നമുക്കൊരു ലോ നമുക്ക് ഫോം ചെയ്യാൻ പറ്റും. അതിന് മുന്നേ അതിന്റെ മലയാളത്തിൽ ഇതാ ഊർജ്ജ പരിവർത്തനം. ഒരു ഊർജ്ജത്തെ നമുക്ക് ഒരു രൂപത്തിൽ നിന്ന് മറ്റൊരു രൂപത്തിലേക്ക് മാറ്റാം. അതിന് നേരത്തെ പറഞ്ഞ അതേ എക്സാമ്പിളിന്റെ മലയാളമാണ് ഇതിൽ കൊടുത്തിട്ടുള്ളത്. അപ്പൊ നിങ്ങൾ വായിച്ചു നോക്കുക. ഇപ്പോ ഇലക്ട്രിക് എനർജി മലയാളത്തിൽ വൈദ്യുതോർജ്ജം എന്നാണ് പറയുന്നത്. ലൈറ്റ് എനർജിക്ക് മലയാളത്തിൽ പ്രകാശോർജ്ജമാണ് പറയുന്നത്. അത് ഹീറ്റ് എനർജിക്ക് താപോർജ്ജം. അങ്ങനെ. അപ്പൊ എങ്ങനെയാണ് ഒരു രൂപത്തിൽ നിന്ന് മറ്റൊരു രൂപത്തിലേക്ക് മാറുന്നത് മനസ്സിലായി. അങ്ങനെ കുറച്ച് എക്സാമ്പിൾസ് നിങ്ങൾ പഠിച്ചു വെക്കാം. ഇതല്ലാണ്ട് ഇതിൽ കൂടുതൽ എക്സാമ്പിൾസ് നിങ്ങൾക്ക് ഓൾറെഡി മനസ്സിലായത് നിങ്ങൾക്ക് അറിഞ്ഞു വെക്കുക എന്നുള്ളതാണ്. എക്സാമിന് ചോദിക്കുമ്പോൾ നമുക്ക് എഴുതാൻ പറ്റും. അപ്പോൾ ഇതിൽ നിന്ന് ഉണ്ടായിട്ടുള്ള റിലേറ്റ് ചെയ്ത് കിടക്കുന്ന ലോ ആണ് ലോ ഓഫ് കൺസർവേഷൻ ഓഫ് എനർജി എന്നുള്ളത്. എന്താണ് ലോ ഓഫ് കൺസർവേഷൻ ഓഫ് എനർജി പറയുന്നത്? അല്ലെങ്കിൽ ഊർജ്ജ സംരക്ഷണ നിയമം എന്താ പറയുന്നത്? ഡ്യൂറിംഗ് എനർജി ട്രാൻസ്ഫോർമേഷൻ ദ ടോട്ടൽ എനർജി റിമെയിൻസ് കോൺസ്റ്റന്റ് എന്നാണ് പറയുന്നത്. എനർജി ട്രാൻസ്ഫോർമേഷൻ അല്ലെങ്കിൽ ഊർജ്ജ പരിവർത്തനം നടക്കുന്ന സമയത്ത് ടോട്ടൽ എനർജി അവിടെ കോൺസ്റ്റന്റ് ആണ്. എന്ന് വെച്ചാൽ ഇപ്പൊ നേരത്തെ നമ്മൾ ഒരുപാട് ട്രാൻസ്ഫോർമേഷന്റെ എക്സാമ്പിൾ പറഞ്ഞു അല്ലെ. ഒരു എനർജി ഫോം മറ്റൊരു എനർജി ഫോം ആയിട്ട് മാറാണ്. അവിടെ എന്താവുന്നില്ല? എനർജി അവിടെ വേസ്റ്റ് ആവുന്നില്ല. ഇപ്പൊ വേറൊരു എക്സാമ്പിൾ ഫോട്ടോസിന്തസിസ്. അവിടെ സോളാർ എനർജി നമ്മൾ ലൈറ്റ് യൂസ് ചെയ്യുന്നുണ്ടല്ലോ. ഫോട്ടോസിന്തസിന് പ്ലാന്റ്സ് ലൈറ്റ് യൂസ് ചെയ്യുന്നുണ്ട്, സോളാർ എനർജി യൂസ് ചെയ്യുന്നുണ്ട്. അത് യൂസ് ചെയ്ത് അത് കംപ്ലീറ്റ്ലി അതിനെ എന്താക്കി മാറ്റാണ്? കെമിക്കൽ എനർജി ആയിട്ട് മാറ്റാണ്. അവിടെ ഒരു എനർജി അവിടെ എന്ത് ചെയ്യുന്നില്ല? വേസ്റ്റ് ആയിട്ട് പോകുന്നില്ല, അൺയൂസ്ഡ് ആയിട്ട് പോകുന്നില്ല. മനസ്സിലായോ? കംപ്ലീറ്റ് എനർജി, ടോട്ടൽ എനർജി അവിടെ കൺസേർവ്ഡ് ആണ്. അവിടെ കോൺസ്റ്റന്റ് ആണ്, മാറ്റമില്ലാണ്ട്. ഫോം മാത്രമേ മാറുന്നുള്ളൂ, അതിന്റെ അളവൊന്നും മാറുന്നില്ല. അങ്ങനെ ഫയർ വർക്ക് വേറൊരു എക്സാമ്പിൾ പറഞ്ഞിരിക്കുകയാണ്. അവിടെ കെമിക്കൽ എനർജി എന്തായിട്ടൊക്കെ മാറുന്നുണ്ട്? കെമിക്കൽ എനർജി ഉണ്ടാവും, അതെന്തൊക്കെയായിട്ട് മാറുന്നുണ്ട്? ഹീറ്റ് എനർജി ആയിട്ട്, ലൈറ്റ് എനർജി ആയിട്ട്, ഈവൻ അവിടെ സൗണ്ട്, പടക്കം പൊട്ടുമ്പോൾ സൗണ്ട് ഉണ്ടാവില്ല, ഇപ്പൊ സൗണ്ട് എനർജി ആയിട്ട് മാറുന്നുണ്ട്. അപ്പൊ പല ഫോം ഓഫ് എനർജി ആയിട്ട് മാറുന്നുണ്ടെങ്കിലും അവിടെ ടോട്ടൽ എനർജി എപ്പോഴും അവിടെ എന്ത് തന്നെയാണ്? കോൺസ്റ്റന്റ് ആണ്, കൺസേർവ്ഡ് ആണ്. അപ്പോൾ ലോ ഓഫ് കൺസർവേഷൻ ഓഫ് എനർജി നമുക്ക് എങ്ങനെ പറയാം? എനർജി കനോട്ട് ബി നെയ്തർ ബി ക്രിയേറ്റഡ് ഓർ ഡിസ്ട്രോയിഡ്. എനർജിനെ ഒരിക്കലും നമുക്ക് പുതിയതായിട്ട് ഉണ്ടാക്കാനോ നശിപ്പിക്കാനോ പറ്റൂല. അത് നമുക്ക് എന്തേ പറ്റുള്ളൂ? വൺ ഫോം ടു അനദർ ഫോമിലേക്ക് മാറ്റാനേ പറ്റുള്ളൂ. അങ്ങനെ മാറ്റുന്ന സമയത്ത് ടോട്ടൽ എനർജി എപ്പോഴും അവിടെ കോൺസ്റ്റന്റ് ആയിരിക്കും, റിമെയിൻസ് കോൺസ്റ്റന്റ്, കൺസേർവ്ഡ് ആയിട്ടിരിക്കും. ദാറ്റ് ഈസ് ദ ലോ ഓഫ് കൺസർവേഷൻ ഓഫ് എനർജി എന്ന് പറയുന്നത്. ഓക്കെ, കംപ്ലീറ്റ് എനർജി അവിടെ ഒരു ഫോമിൽ നിന്ന് പുതിയൊരു ഫോമിലേക്ക് മാറും, കംപ്ലീറ്റ് എനർജി മാറുന്നുണ്ട്. അവിടെ ഒരു എനർജിയുടെ വേസ്റ്റും നടക്കുന്നില്ല എന്നാണ് പറയുന്നത്. അടുത്തതാണ് പവർ ആൻഡ് ഇറ്റ്സ് യൂണിറ്റ്. എന്താണ് പവർ എന്നുള്ളത്? നമ്മൾ ഭയങ്കരമായിട്ട് ഭയങ്കര പവർ ആണ്, അല്ലെങ്കിൽ ഇപ്പോ വേറെ എക്സാമ്പിൾ പറയാം. ഇപ്പൊ 100 വാട്ടിന്റെ പവർ ഉള്ള ബൾബ്, 10 വാട്ട് പവർ ഉള്ള ബൾബ്, അങ്ങനെ കേട്ടിട്ടുണ്ട്. പിന്നെ നമുക്ക് നമ്മളുടെ മസിൽ പവർ കൂടുതൽ, അങ്ങനെയൊക്കെ. അപ്പൊ എന്താണ് പവർ എന്നുള്ളത്? ഫോർ എക്സാമ്പിൾ ഇപ്പൊ ഞാൻ രണ്ട് കുട്ടികള് അതിലൊരു കുട്ടി കുറച്ചും കൂടി ഭയങ്കര മസ്കുലർ പവർ ഒക്കെ കുറച്ച് കൂടുതലുള്ള ഒരാളാണ്. ഓക്കെ, അപ്പൊ ആ കുട്ടി, രണ്ട് കുട്ടികളോട് ഞാനൊരു ബിൽഡിങ് 3 റൗണ്ട് ഓടാൻ പറഞ്ഞു കഴിഞ്ഞാല് പെട്ടെന്ന് അത് കംപ്ലീറ്റ് ചെയ്യാനായിരിക്കും.
ആ മസിൽ പവർ ഉള്ള ആളായിരിക്കും അല്ലെ. എന്ന് വെച്ചാല് പക്ഷെ ഞാൻ രണ്ടുപേർക്കും ഒരേ വർക്കാണ് കൊടുത്തിട്ടുള്ളത്. പക്ഷെ അതിലത്തെ ആ കൂടുതൽ പവർ ഉള്ള ആൾ എന്ത് ചെയ്യും, പെട്ടെന്ന് കുറഞ്ഞ സമയത്തിനുള്ളിൽ ആ വർക്ക് കംപ്ലീറ്റ് ചെയ്യും. അതാണ് അപ്പൊ എന്താണ് പവർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, പവർ ഇസ് ദ ടൈം റേറ്റ് ഓഫ് ഡൂയിങ് വർക്ക്. ജോലി ചെയ്യുന്ന നിരക്കാണ്. എത്ര ഫാസ്റ്റ് ആയിട്ട് ആ വർക്ക് ചെയ്തു കഴിഞ്ഞു, അതാണ് ആ നിരക്കാണ് എന്ത് പവർ എന്ന് പറയുന്നത്. മനസ്സിലായോ? പവറിന് മലയാളത്തിൽ പവർ തന്നെയാണ് പറയുന്നത്. സോ പവർ ഈക്വൽ ടു വർക്ക് ഡൺ ബൈ ടൈം ടേക്കൺ. നമ്മൾ ഒരു വർക്ക് കൊടുത്തു, ഒരു വർക്ക് എത്ര സമയത്തിനുള്ളിലാണ് ആ വർക്ക് ചെയ്തു തീർക്കുന്നത്, എത്ര സ്പീഡ്, എത്ര ഫാസ്റ്റ് ആയിട്ടാണ് വർക്ക് ചെയ്യുന്നത്, അതാണ് അതിന്റെ പവർ എന്ന് പറയുന്നത്. പവറിന്റെ യൂണിറ്റ് വരുന്നത് വാട്ട് ആണ്. ഡബ്ല്യു വെച്ചിട്ടാണ് ഡിനോട്ട് ചെയ്യുന്നത്. പവർ എന്നതിന് ഡിനോട്ട് ചെയ്യുന്നത് ക്യാപിറ്റൽ ലെറ്റർ പി വെച്ചിട്ടാണ്. പിന്നെ ഒരു വാട്ട് എന്ന് പറഞ്ഞപ്പോ എന്തായിരിക്കും, ഒരു ജൂൾ വർക്ക്, ഒരു സെക്കൻഡിനുള്ളിൽ ഒരു ജൂൾ വർക്ക് ചെയ്യുകയാണെങ്കിൽ അതിന്റെ അർത്ഥം അവിടെ പവർ ഒരു വാട്ട് എന്നുള്ളതാണ്. ഓക്കെ, നമ്മളൊരു ക്വാണ്ടിറ്റി പഠിക്കുന്ന സമയത്ത് അതിന്റെ എക്സ്പ്രഷൻ പഠിക്കണം, എന്ന് വെച്ചാൽ അതിന്റെ ഇക്വേഷൻ പഠിക്കണം, അതേപോലെ തന്നെ യൂണിറ്റ് പഠിക്കണം, എന്നാലേ നമുക്ക് അത് വെച്ച് പ്രോബ്ലം ചെയ്യാൻ പറ്റുള്ളൂ. ഈ പവറിന്റെ വേറൊരു യൂണിറ്റ് ആണ് ഹോഴ്സ് പവർ. നിങ്ങൾ പലപ്പോഴും കേട്ടിട്ടുണ്ടെങ്കിൽ ഹോഴ്സ് പവർ എന്നുള്ളത് 1 HP എന്ന് വെച്ചാൽ 1 ഹോഴ്സ് പവർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 746 വാട്ട് എന്നുള്ളത്. അപ്പൊ ഇത് ശ്രദ്ധിക്കണം. എന്താ വെച്ചാൽ നമ്മൾ പ്രോബ്ലത്തിൽ ചിലപ്പോൾ ഹോഴ്സ് പവറിലാണ് തരുന്നതെങ്കിൽ ചിലപ്പോൾ നമുക്ക് വാട്ടായിട്ട് കൺവേർട്ട് ചെയ്യുക, അങ്ങനെയൊക്കെ വേണ്ടി വരും. അപ്പൊ നമ്മൾ മനസ്സിലാക്കേണ്ടതാണ് ഒരു ഹോഴ്സ് പവർ എന്നുള്ളത് 746 വാട്ട് എന്നുള്ളതാണ്. അപ്പൊ അത് വെച്ചിട്ടാണ് നമ്മൾ പ്രോബ്ലം ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ടത്. അപ്പൊ ദാറ്റ്സ് ഓൾ അബൌട്ട് ദ ചാപ്റ്റർ. വളരെ സിമ്പിൾ ആയിട്ടുള്ള ചാപ്റ്റർ ആണ്. നമുക്ക് ഒരുപാട് കോംപ്ലിക്കേറ്റഡ് ഒന്നുമല്ല. നമ്മുടെ ഡെയിലി ലൈഫിൽ നടക്കുന്ന പല കാര്യങ്ങളും എന്താണ്, എന്തൊക്കെയാണ്, എങ്ങനെ ഇതിനെ സയന്റിഫിക്കലി നമ്മൾ ഡിഫൈൻ ചെയ്യുക എന്നുള്ള കാര്യങ്ങൾ നമ്മൾ ഡിസ്കസ് ചെയ്തത്. മെയിൻ ആയിട്ട് വർക്ക്, എനർജി, പവർ. വർക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വർക്ക് നടക്കപ്പോഴാണ് ഒരു ഒബ്ജക്റ്റിന്റെ മേലെ ഒരു എക്സ്റ്റേണൽ ഫോഴ്സ് ആക്ട് ചെയ്യുമ്പോൾ ആ ഒരു ഒബ്ജക്റ്റ് അവിടെ മൂവ്മെന്റ് നടക്കുകയാണെങ്കിൽ, ഒരു ഡിസ്പ്ലേസ്മെന്റ് കാരണമാവുകയാണെങ്കിൽ അവിടെ വർക്ക് നടന്നു എന്ന് നമുക്ക് പറയാൻ പറ്റും. ആ വർക്ക് ചെയ്യാനുള്ള കഴിവിനെ നമുക്ക് അതിനാണ് എനർജി എന്ന് പറയുന്നത്. എനർജി ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് വർക്ക് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ രണ്ടിന്റെയും യൂണിറ്റ് വന്നത് ജൂളാണ് എന്ന് പറഞ്ഞു. പിന്നെ ഈ എനർജി തന്നെ പല തരത്തിലുള്ള എനർജി ഉണ്ട് എന്ന് പറഞ്ഞു. ആ എനർജിനെ നമുക്ക് ഒരു ഫോമിൽ നിന്ന് വേറൊരു ഫോമിലേക്ക് മാറ്റാൻ പറ്റും എന്ന് പറഞ്ഞു. അതിനെ റിലേറ്റ് ചെയ്ത് നിൽക്കുന്ന ലോ ആണ് ലോ ഓഫ് കൺസർവേഷൻ ഓഫ് എനർജി, അതും പറഞ്ഞു. പിന്നെ പറഞ്ഞത് പവർ ആണ്. പവർ എന്ന് പറയുമ്പോൾ എന്താണ്, അല്ലെങ്കിൽ എത്ര ഫാസ്റ്റ് ആയിട്ടാണ് നമ്മൾ വർക്ക് ചെയ്യുന്നത്, ആ ഒരു റേറ്റ് ആണ് പവർ എന്ന് പറയുന്നത്. വർക്കിന്റെ ആ ഒരു റേറ്റ് ആണ് പവർ എന്ന് പറയുന്നത്. എന്ന് വെച്ചാൽ വർക്ക് ബൈ ടൈം, വർക്ക് ഡൺ ബൈ ടൈം ടേക്കൺ. നമ്മൾ കുറഞ്ഞ സമയത്തിനുള്ളിൽ എത്ര വർക്ക് ചെയ്തു, ആ സംഭവമാണ് വർക്ക് എന്ന് പറയുന്നത്. വർക്കിന്റെ യൂണിറ്റ് വാട്ട് ആണെന്ന് പറഞ്ഞു, വേറൊരു യൂണിറ്റ് ഹോഴ്സ് പവർ എന്ന് പറഞ്ഞു. പിന്നെ നമ്മൾ ഡിസ്കസ് ചെയ്തത് കുറച്ച് ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ നോക്കിയത് മെക്കാനിക്കൽ എനർജിയാണ്, പൊട്ടൻഷ്യൽ എനർജിയും കൈനറ്റിക് എനർജിയും. പൊട്ടൻഷ്യൽ എനർജിയുടെ യൂണിറ്റ് mgh ആണ്, കൈനറ്റിക് എനർജിയുടെ യൂണിറ്റ് ½ mv² ആണ്. രണ്ടും ഡിപ്പെൻഡ് ചെയ്യുന്ന ഫാക്ടേഴ്സ് നമ്മൾ നോക്കി. പൊട്ടൻഷ്യൽ എനർജി എന്ന് പറയുമ്പോൾ കൂടുതൽ വെയിറ്റ് കൂടുമ്പോഴും ഹൈറ്റ് കൂടുമ്പോഴും ആ ഒബ്ജക്റ്റിന്റെ പൊട്ടൻഷ്യൽ എനർജി കൂടും. അതേപോലെ കൈനറ്റിക് എനർജി ആണെങ്കിൽ മാസ് കൂടുമ്പോഴും വെലോസിറ്റി കൂടുമ്പോഴും കൈനറ്റിക് എനർജി കൂടുന്നുള്ളതാണ്. സോ ഇറ്റ്സ് വെരി സിമ്പിൾ ആൻഡ് ഭയങ്കര റിലേറ്റബിൾ ആയിട്ടുള്ള ചാപ്റ്റർ ആണ്. അപ്പോൾ നന്നായിട്ട് പഠിക്കുക. ഐ ഹോപ്പ് യു ഓൾ യുവർ അണ്ടർസ്റ്റാൻഡ്. ആൻഡ് ഇത് വെച്ചിട്ടുള്ള പ്രോബ്ലംസ് വരുമ്പോൾ ഇക്വേഷൻസും അതേപോലെ യൂണിറ്റും കറക്റ്റ് ആയിട്ട് ശ്രദ്ധിക്കുക. സോ ദാറ്റ്സ് ഓൾ അബൌട്ട് ദ ചാപ്റ്റർ. താങ്ക് യു ഫോർ ലിസണിങ്.